പഴുതൊക്കെ കല്ല് കെട്ടി ഉറപ്പിക്കുക. എന്റെ കിടന്ന് ഉറങ്ങിപ്പോയതിന്റെ ഇപ്പൊ അനുഭവിക്കുന്ന കണ്ട. ഹായ്, 123 ബ്ലോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ടെന്റിന്റെ അടുത്താണ്. അവിടെ നിന്ന് നമ്മൾ ഇന്ന് പുഴയിലേക്ക് പോകുന്നു. ടെന്റൊക്കെ അഴിച്ച് പയ്യെ പുഴയിലേക്ക് പോകുന്നു. അല്ലേ നിഷ? പുഴയാണ് നമുക്ക്. പുഴയുടെ തീരത്ത് ടെന്റ് കൊണ്ടുപോയിക്കണം. ഇപ്പൊ മഴയൊക്കെ കുറച്ച് മാറി നിൽപ്പുണ്ട്. വൈകുന്നേരമാണ് ശക്തമായിട്ടുള്ള മഴയുള്ള. അപ്പൊ എല്ലാരും വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാട്ടോ. കണ്ടോ നമ്മുടെ ടെന്റ് ഇരിക്കുന്നത്? ഇവിടെയാണ് ടെന്റ് ഇരിക്കുന്നത്. അതിന് നേരെ മറുവശം അങ്ങ് ഒരു വെള്ളച്ചാട്ടം കേട്ടോ. നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. എന്ത് ഭംഗിയാന്നറിയോ രാവിലെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ. ടെൻ്റ് അഴിക്കാൻ സമയമായപ്പോഴത്തേക്കും ദേ ആകാശമൊക്കെ മാറി ഇരുണ്ട് മൂടി വരുന്നുണ്ട്. മഴ പെയ്യോ ആവോ. മഴ പെയ്താൽ നമ്മൾ പെട്ടുപോകും. മഴയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, മഴ പെയ്ത് വരുന്നതാണ്ടോ. ഓരോ മലമുടക്കുകളിൽ കൂടെ നോക്കിയേ മഴ പെയ്ത് വരുന്ന. ഇത് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് കറണ്ട് കൊണ്ടുപോകുന്ന ടവറാട്ടോ, ടവർ ലൈൻ. രാവിലെ തന്നെ നിഷ എന്തോ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നാ നിഷ അടുപ്പത്ത് വെച്ചേക്കണേ? ആഹാ, ഉണക്കക്കപ്പയായിരുന്നു അടുപ്പല്ലേ. ഞാനോർത്തു നോക്കി നല്ല പുകയാണ് ഇന്ന് അടുപ്പിന്. ഓരോ വിറകിൻ്റെ അനുസരിച്ചാട്ടോ പുക വരുന്നത്. അങ്ങനെ നമുക്കും മഴയെത്തി കേട്ടോ. ചെറിയ കാറ്റും ഇടുക്കി ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ കിടിലം മഴയാണ്. ഉണ്ടോ? ഒന്നും കാണത്തില്ല അങ്ങ്. നമുക്ക് ഈ ഭാഗത്തേക്ക് ചെറിയ ചാറ്റൽ മഴയേ പെയ്തുള്ളൂ കേട്ടോ. ചെറിയ ചാറ്റൽ മഴയും അതിനിടയ്ക്ക് നിഷയുടെ കുക്കിങ്ങും. ഉണക്കപ്പ ഇടിച്ചിളക്കുക. അതിനിടയിൽ ഇതേ മീൻകറിയും വെക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മീൻകറി. അത് ചൂടാക്കിയാലും കുഴപ്പമില്ല, ഞാൻ പിന്നെ വെച്ചേ ഉള്ളൂ. ആയ് നല്ല ആവി പറക്കുന്ന കപ്പ. നല്ല പുഴമീൻ കറി. ആഹാ, അടിപൊളി. എങ്ങനെയുണ്ട് മീൻകറി? ഇന്നലത്തെ മീൻകറി എങ്ങനെയുണ്ട്? സെറ്റപ്പായ? ആഹാ, രാവിലത്തെ കാപ്പി കുടി.
നല്ല ചൂടാ. കപ്പയും മീൻകറി. ഓ, നല്ല ടേസ്റ്റല്ലേ. മീൻകറി ഇരുന്ന് അങ്ങോട്ട് സെറ്റപ്പായി. ഉണക്കപ്പ നല്ല സൂപ്പർ കപ്പ അല്ലേ? നല്ല കപ്പയാണ്. നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത് നിന്ന് കാണുന്ന കാഴ്ച ഇങ്ങനെയാട്ടോ. ഇവിടുന്നുണ്ടല്ലോ പോകാനേ തോന്നുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ശക്തമായിട്ടൊരു ഫീലിംഗ്. ഭയങ്കര സങ്കടം ഇവിടുന്ന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ. എന്തോ ഈ സ്ഥലമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ യോജിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് സമയം പോകുന്നത് ഇവിടെ. ഞങ്ങൾ ഇവിടുന്ന് മാറാനുള്ള പാക്കിങ്ങൊക്കെ തുടങ്ങി. നിഷ ഓരോ സാധനങ്ങൾ അടുക്കിപ്പറക്കി വയ്ക്കുന്നു. ടെൻറ്റ് ഞങ്ങൾ അഴിച്ചു മാറ്റി. ഇനി അടിയിലത്തെ പടുതാൻ മടക്കണം, ഈ ടോപ്പിലെ പടുതാൻ മടക്കണം, പിന്നെ ഈ അടുപ്പുകൾ മാറ്റണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ടെൻറ്റൊക്കെ അഴിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചു. ദേ നിഷ കുറ്റിപ്പുറത്ത് നിഷ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നു. നോക്കി അടുത്ത സ്ഥലത്തേക്ക് പോയാലേ. നമ്മുടെ സാധനങ്ങളൊക്കെ ദേ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അല്ലേ സത്യം പറഞ്ഞാൽ. ആകെപ്പാടെ ഒരു സങ്കടം ഇവിടുന്ന് പോകുമ്പോൾ. ഇവിടുന്ന് നോക്കുമ്പോൾ ദേ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. വെള്ളച്ചാട്ടത്തിനടുത്തോട്ട് പോകും. പോയാലോ? പോയേക്കാം. നടന്നു. ആ, അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങുവാണ് കേട്ടോ. തീറ്റ ഞങ്ങൾ പകുതി ഇറക്കി വെച്ചു. ഇനി അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴേ അല്ലേ, അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പം ആ ഈ കാണുന്ന മല മുഴുവൻ ഞാൻ കയറി വന്നു. എന്നാന്നറിയോ, സ്ലീപ്പിംഗ് ബാഗ് മാത്രം എടുത്തില്ല. കിടക്കുന്നു എൻ്റെ അമ്മ. ഉണ്ടോ? കിട്ടി ഇതല്ലേ? ഇല്ല, ബാഗ് ഞാൻ കെട്ടിയില്ലായിരുന്നു. ബാഗ് ചാരി വെച്ചതാ. ഞാനോർത്ത് കെട്ടിയെന്ന് ഓർത്തോണ്ട് ബാഗ് എടുത്തോണ്ട് പോന്നു. ഓ, നടന്ന എൻ്റെ ഊപ്പ തെറിഞ്ഞു. അതെ, എല്ലാം നോക്കിയിട്ട് പോന്നാ, ഒന്നുപോലും ഇല്ലെന്ന് ഉറപ്പിച്ചല്ലേ. ഞങ്ങളങ്ങനെ നടന്ന് പുഴയിലെത്തി കേട്ടോ. പുഴയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നു. നല്ല മഴയുമാണ്. വെയിൽ മാറി പെട്ടെന്ന് മഴയും വന്നു. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ടെൻറ്റിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങിപ്പോയി.
ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് എഴുന്നേറ്റ് ഇറങ്ങി മുകളിൽ നിന്ന് ടെൻറ്റ് കഴിച്ചുകൊണ്ട് താഴത്തേക്ക് വന്നത്. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് പറ്റിയ ഒരു അക്കടിയാ. ഇനി ടെൻറ്റ് വെക്കാനുള്ള സമയം ഉള്ളെന്ന് തോന്നുന്നു. മീൻ പിടിക്കാനുള്ള സമയം കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഡ്രസ്സുകളുള്ള ബാഗ് ഞങ്ങൾ മുകളിലൊരു വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇനി പോയി വേണം എടുത്തോണ്ട് വരാൻ. സമയം സന്ധ്യയായി തുടങ്ങിയെന്നേ. അങ്ങനെ ഒരു അക്കടി പറ്റി ഇന്ന്. ഇതിലെ കടന്നു പോകത്തില്ലേ? ആ, ഞാൻ ഇതിലേ കടന്നു. നിഷമടുത്തു അല്ലേ? അവസാനം നമ്മൾ ടെൻറ്റ് വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. അതേ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് കണ്ടോ, നല്ല ലെവലിന് വെട്ടിത്തെളിച്ചൊക്കെ ഇട്ടിരിക്കുക. ഇവിടുന്ന് ദേ കാണുന്നതാണ് കേട്ടോ പുഴ. ഇവിടെ തൊട്ടടുത്താ പുഴ. ഞങ്ങളിതേ ഈ സ്ഥലത്തേക്ക് മാറി മോൾ ഭാഗത്ത് നിന്ന്. അവിടെ മുകളിൽ സേഫ്റ്റി ഇല്ല. ഒരു കല്ല് അവിടെ ഇരിപ്പുണ്ട്, ഉരുണ്ട് വരുമോന്നൊരു പേടി. അതുകൊണ്ട് ഞങ്ങൾ ഈ ജാതിയൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ ഭാഗത്തേക്ക് ടെൻറ്റ് വെക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ചുറ്റും ജാതിയാ, ചുറ്റും ജാതി. ടെൻറ്റിൻ്റെ ഇവിടെ നിന്ന് നേരെ വനത്തിലേക്ക് കാണാനും പറ്റും. നമ്മുടെ ടെൻറ്റ് വെക്കാനുള്ള പടുതിയൊക്കെ നമ്മൾ വലിച്ചെട്ടി കിടക്കാൻ വേണ്ടി പുല്ല് പറിച്ച് തരത്തിയത് സന്ധ്യയാവാ. നമ്മളങ്ങനെ ടെൻറ്റ് വെച്ചിട്ടോ, ടെൻറ്റ് റെഡിയായി. ഇവിടെയൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇരച്ച് കൊത്തിയുള്ള മഴയാണ്, ഒരു രക്ഷയില്ല. പടുതിയൊക്കെ കല്ല് കെട്ടി ഉറപ്പിക്കുകയാണ്. ടെൻറ്റ് ഉറപ്പിക്കുകയാണ്. നല്ല മഴയ്ക്ക് മുമ്പ് ഇച്ചിരി വൈകുകയും ചെയ്തു, മഴയായി. ടെൻറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോയതിന്റെ ഇപ്പൊ അനുഭവിക്കുന്ന ക്ഷീണം ഇതിന്റെ ഇച്ചിരം കിടന്നതാണ്, ഉറങ്ങിപ്പോയി. എന്താ പറയാനാ, അലാറം വെച്ചാ മതിയായിരുന്നു. തലൊരിപ്പോൾ കഴിയണ്ട മഴ. അങ്ങനെ സന്ധ്യയായി തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് മീൻ പിടിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല, അത് വലിയ നഷ്ടമായിപ്പോയി. ഞങ്ങൾ ടെൻറ്റൊക്കെ അതേ അകത്ത് വെച്ച് സെറ്റ് ചെയ്തു. നല്ലൊരു അടുപ്പിട്ടു. ഇത് കണ്ടോ, അടുപ്പിട്ടു. മൊത്തം നനഞ്ഞ് ചീഞ്ഞ് കിടക്കുക. അത് ഇപ്പോൾ ഉണങ്ങി റെഡിയായി വരും. പിന്നെ വിറക് സംഘടിപ്പിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു ഇല്ലേ നിഷേ? ഇനി വേണം ജിൽ എന്ന് പറഞ്ഞ് പാചകമൊക്കെ ചെയ്യാനുള്ളതാ. അതെ, ഇനി കുളിക്കാൻ പോയാലോ? കുളിച്ചിട്ട് വരാം. ഭയങ്കരമായിട്ട് ഇരുട്ടി തുടങ്ങി, എല്ലായിടത്തും ഇരുട്ടായി തുടങ്ങി. നേരെ അക്കരെ കാണുന്ന വനം കേട്ടോ. വനത്തിലേക്ക് നോക്കിയാണ് നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നത്. സോപ്പൊക്കെ എടുത്തോ കേട്ടോ. സോപ്പും തുണികളും. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ഭയങ്കര മഴ കേട്ടോ, ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. ഇത് പിന്നെ വെള്ളം കയറുമെന്ന് പേടിക്കണ്ട കേട്ടോ. വെള്ളം കയറില്ലാത്ത നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് പുഴയിലേക്ക് കുറേ ദൂരമുണ്ട്. പുഴ അങ്ങ് ഒരു കുഴി ഭാഗത്തൂടെയാണ് ഒഴുകുന്നത്. വെള്ളമൊന്നും കയറത്തില്ല ഇവിടെ. പിന്നെ ഡാം തുറന്നു വിട്ടാലൊക്കെ വെള്ളം ഇവിടെ കയറുള്ളൂ കേട്ടോ.
ഡാം ഏതായാലും ഇടുക്കി ഡാം ഏതായാലും തുറന്നു വിടത്തില്ല. നിഷ പാവം മടുത്തു, കുളിയൊക്കെ കഴിഞ്ഞ് പാഞ്ഞു നടന്ന അല്ലേ നിഷ? കുക്കിംഗ് ഉണ്ട്. ഇന്ന് നെറ്റിയാൽ ഇത് സിന്ദൂരം തൊടുന്നില്ലേ? ആ നിഷ കുക്കിങ്ങിനുള്ള പരിപാടി തുടങ്ങി. തീയൊക്കെ പിടിപ്പിച്ചു. ഭയങ്കര കൊതുകാണ് ഇവിടെ അല്ലേ നിഷ? തീ കത്തിയാലേ ഒരു രക്ഷയുണ്ടാവുള്ളൂ കൊതുകിനെ ഓടിക്കാൻ. കൊതുക് തിരി ഇരിപ്പുണ്ട് കാര്യം പറഞ്ഞാൽ. മഴയത്ത് എവിടെ കത്തിച്ച് വയ്ക്കാനാണ്? നമ്മുടെ ടെൻറ്റിൻ്റെ ഈ പരിസരത്തല്ലേ കത്തിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ തീ പിടിപ്പിച്ചു. ഇനി ഒരു കട്ടൻ ചായ വെക്കണമുണ്ടോ? ചെറിയൊരു കട്ടൻ ചായ വെച്ച് കുടിക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തണുത്ത് വിറച്ചിരിക്കുക. അങ്ങനെ ചായ റെഡി അല്ലേ നിഷേ? തണുപ്പൊന്ന് മാറട്ടെ. അന്നേരെ ആഹാ നല്ല ചൂടൻ ചായ. ഓ ഈ തണുപ്പത്ത് ചായയൊക്കെ കുടിച്ചിരിക്കാനുണ്ടല്ലോ, നല്ല തണുപ്പുണ്ട്. പിന്നെ ടെന്റിന്റെ അകത്ത് എന്നും ചൂടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ ഇത്ര നേരം. ഇപ്പോഴും ഉണ്ട് ചാറ്റൽ മഴ നടക്കുമോ പുറത്ത്? എന്നാണേലും പുഴയെന്ന് ഒത്തിരി മാറിയാണ്. സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ ടെൻ്റൊക്കെ വെച്ചിരിക്കുന്നത്. വെള്ളമൊന്നും കയറില്ല. ഇന്ന് മീൻപിടുത്തമൊന്നും നടക്കാത്തത് കൊണ്ട് ദേ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ കൊണ്ടുവന്ന് ചിക്കൻ കറി വെക്കുന്നുണ്ട് ചെറിയ തോതിൽ. പിന്നെ ദേ ചപ്പാത്തിക്കുള്ളത് കുഴയ്ക്കുന്നു. രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഗ്രില്ല് ചിക്കനും. അത് തന്നെ, ഗ്രിൽഡ് ചിക്കനും. ഇതേ രാത്രിയിലേക്കുള്ള ചപ്പാത്തി വറുത്താണ് കേട്ടോ. നിഷ ഇരുന്ന് ചപ്പാത്തി വറുത്തുന്നു. ഇതേ പരത്തി സംഗതി പേപ്പറിൽ കൂടെ വയ്ക്കുന്നു. നൈസ് ചപ്പാത്തി. പിന്നെ ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ കറി വെക്കുന്നത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അന്നേരം ഓർത്തില്ല സത്യത്തിൽ. കറി അടുപ്പത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാനും നിഷയും ഓർത്തത്. പെരുമഴയായിരുന്നു അല്ല നിഷ? ആകെപ്പാടെ ഒരു ഇതായിപ്പോയി. ഇപ്പോഴാ ഒരു സമാധാനമായിട്ട് തോർന്നിട്ടുണ്ട്. എങ്ങനെയാവോ? ഉണ്ടോ നല്ല കിടിലൻ ചപ്പാത്തി. പരത്തി പേപ്പറിൽ കൂടെ നിരത്തി വെക്കുക. പേപ്പറിൽ വെച്ചാൽ എന്നാ ഗുണം? ആണോ? ആ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയി കേട്ടോ. ഒരു ശകലം ചിക്കനേ ഉണ്ടാക്കിയുള്ളൂ, കറി വെച്ചോളൂ. ബാക്കി ഇതേ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഗ്രില്ലടിക്കാൻ. ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്തോണ്ടിരിക്കുന്നു. വേണ്ട ചുട്ട് അടുക്കി വയ്ക്കുന്നു. ഇത് കഴിഞ്ഞ് വേണം ചിക്കനെ അടുപ്പത്ത് കയറ്റണമെങ്കിൽ. അങ്ങനെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞതേ ചിക്കൻ. അതെ, ചിക്കൻ കഴിഞ്ഞ ദിവസം മേടിച്ചത് വെച്ചിരുന്ന കേട്ടോ. നേരെ അടുപ്പയിലേക്ക്. അയ്യോ, കണ്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് ഉണ്ടാക്കണ്ടേ? ആ
ഞാൻ 2-3 പുല്ല് മുറിച്ച് ബ്രഷ് ഉണ്ടാക്കാം. എണ്ണ തേക്കാനുള്ള സാധനമാണ്. ഒരു കുഞ്ഞു കമ്പും ഇച്ചിരി പുല്ലും. ബ്രഷ്. അതെ, വേറൊന്നും കൈ കിട്ടില്ല. കിട്ടിയത് വെച്ച് അങ്ങ് ഒപ്പിക്കുന്നു. സംഗതി ഓക്കെ. അങ്ങനെ ചിക്കൻ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. ചിക്കൻ അങ്ങനെ റെഡിയായി കേട്ടോ. ഗ്രിൽഡ് ചിക്കൻ. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒത്തിരി താമസിച്ചു കേട്ടോ. നമുക്ക് കഴിച്ചാലാ? ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. ചിക്കൻ കറി, ചിക്കൻ ഗ്രില്ലടിച്ചത്, പിന്നെ ചപ്പാത്തി. ഇത്ര ഐറ്റം കൊണ്ട് ഇന്ന് തകർക്കുന്നു. ചിക്കൻ കറി അടിപൊളി കേട്ടോ. അടിപൊളി കേട്ടോ. ചിക്കൻ ഗ്രില്ലടിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വേവുകയും ചെയ്തു. പുറത്ത് നല്ല കിട്ടില്ല മഴ കേട്ടോ. ഇന്ന് മഴ പെയ്യും തോരും, മഴ പെയ്യും തോരും അല്ലേ. എന്നാ പകല് വലിയ കാര്യമായിട്ട് മഴ പെയ്തുമില്ല. ചെറിയ ചെറിയ ചാറ്റൽ മഴയാണ്. സന്ധ്യ ആയപ്പോഴത്തേക്കും നല്ല കിടില മഴയാണ്. ഞാൻ പിന്നെ ഈ ഒറ്റ കേട്ടെ ഓരോരുത്തർ കട്ടി തുരച്ച പോലെ ഒരു സൗണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ടെൻറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. നല്ലപോലെ വൈകി ഇന്ന് അല്ലേ, നല്ല പോലെ വൈകി. ഇനിയിപ്പം അടുത്ത ഒരു വീഡിയോ ഉണ്ട്. അടുത്ത വീഡിയോ ഞങ്ങൾ ടെൻറ്റിലെ ചെറിയൊരു ഓണം ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ട് ഞങ്ങൾ വയ്യ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയി ഓണം കൂടിയിട്ട് വീണ്ടും തിരിച്ചു വരും അല്ലേ. അപ്പം ഇനി കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങണം. നല്ല ഉറക്കം വന്നു തുടങ്ങി. ഉറക്കം വന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഉറക്കം വന്നു. അപ്പോൾ ഇനി നേരം വെളുത്തുള്ള കാഴ്ച കാണാം കേട്ടോ. ടെൻ്റ് അടച്ചോട്ടെ. അപ്പോൾ ഇനി രാവിലെ കാണാം.
ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ മഴയാട്ടോ, പകലും മഴയാണ്. ഓ, ഭയങ്കര തണുപ്പ് കേട്ടോ പുറത്ത്. ഗുഡ് മോർണിംഗ്. കണ്ടോ, രാവിലെ മഴയാ. പുഴയിൽ ചെറിയ തോതിൽ വെള്ളം കൂടിയിട്ടുണ്ട്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇത്ര മഴയൊക്കെ പെയ്തിട്ടും ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാത്രിയൊക്കെ. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ, വലിയ മഴയില്ലെന്നേ ഉള്ളൂ. നല്ല മഴക്കാറുണ്ട്. നിഷ എഴുന്നേറ്റ ഉടനെ ചായ ഇടാനുള്ള പരിപാടിയാണ്. നിഷേ, ഇവിടുത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ? ഇത് തറ നിരപ്പാക്കാത്തതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിരുന്നു കേട്ടോ. നടുക്കൊരു കല്ലുണ്ട്. ക്ഷീണത്തിന്റെ നന്നായിട്ട് ഉറങ്ങി നമ്മൾ രണ്ടുപേരും. ചായക്കുള്ള വെള്ളം പതുക്കെ ചൂടായി വരുന്നു കേട്ടോ. രാവിലെ നല്ല കിലുകിലാ വിറയ്ക്കുന്ന തണുപ്പാ. രാവിലെ തന്നെ കിടില മഴ കേട്ടോ, കിടില മഴ. രാവിലെ കിടില മഴയത്ത് തന്നെ ഉണ്ടോ. ഞങ്ങളിവിടെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ടെന്റിൻ്റെ അകത്തിരിക്കുക, പുറത്തേക്ക് എങ്ങും പോകത്തില്ലെന്ന്. അടുത്ത വീഡിയോ നമ്മുടെ ചെറിയൊരു ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും സബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ.